അരിയുണ്ട ഉണ്ടാക്കാനായിട്ടാണ്. ഇത് 2 ഗ്ലാസ് അരി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിന് നന്നായിട്ട് ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം. ഇത് റേഷൻ കടയിലെ അരിയാണ്. ഞാൻ ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതൊരു പഴയ ഉരുളിയാണ്. കേക്ക് ഉണ്ടാക്കാനൊക്കെ ആയിട്ട് ഞാൻ ഈ പാത്രമാണ് ഉപയോഗിക്കുന്നത്. അതാണ് അകമൊക്കെ ഇങ്ങനെ കറുത്തിരിക്കുന്നത്. 2-3 ബാച്ചായിട്ട് ഈ അരിയിട്ട് ഒന്ന് വറുത്തെടുക്കണം. ഞാൻ ഇച്ചിരി തോനെ ഫ്ലെയിം കൂട്ടിയിട്ടാണ് വെച്ചേക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് മുരിഞ്ഞ് കിട്ടും. നമ്മൾ അരി ഇതാ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. മൊരിഞ്ഞ് വരുന്നതിന് ഇതുപോലെ എല്ലാ അരിയും ഇങ്ങനെ മൊരിഞ്ഞ് വരണം. ഇതുപോലെ നന്നായിട്ട് മൂത്ത് വരണം. പുകയൊക്കെ വരുന്നുണ്ട്. അത് ചട്ടി ചൂടാവുന്നതിനാണ് കേട്ടോ. ഇതിനങ്ങനെ തേങ്ങയ്ക്കും ശർക്കരയ്ക്കും ഒന്നും അളവൊന്നുമില്ല. അത് ഓരോരുത്തരുടെ ഇഷ്ടവും മധുരവും അനുസരിച്ചിരിക്കും. ഞാൻ 2 ഗ്ലാസ് അരിയാണ് ഇവിടെ എടുത്തേക്കുന്നത്. ഞാനിപ്പോൾ അരിയെല്ലാം വറുത്ത് വെച്ചിട്ടുണ്ട്. നല്ല ചൂടാണ്, ആവി പറക്കുന്നുണ്ട്. ഇനി ഇതിരുന്നൊന്ന് തണുക്കട്ടെ. ആ തണുക്കുന്ന സമയം കൊണ്ട് തേങ്ങയും ചുരണ്ടിയെടുക്കണം, ശർക്കരയും ചുരണ്ടിയെടുക്കണം. ഞാൻ തേങ്ങ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ചിരകി എടുക്കട്ടെ. തേങ്ങ ചുരണ്ടി എടുത്തിട്ടുണ്ട്, ശർക്കര അതുപോലെ തന്നെ ചുരണ്ടി എടുത്തിട്ടുണ്ട്. ഇനി അരി പൊടിച്ചെടുക്കാം. ഈ വറുത്ത് വെച്ച അരി ഞാൻ ഈ മിക്സിയുടെ ജാറിലോട്ടിടാണ്. ഒരുവിധം തണുത്തിട്ടുണ്ട്, എന്നാൽ തീരെ അങ്ങ് തണുത്ത് പോയിട്ടില്ല. ഒരു ചെറിയ ചൂടോടുകൂടി നമ്മൾ പൊടിച്ചെടുക്കണം. അപ്പം നല്ല രീതിയിൽ ഇത് പൊടിഞ്ഞ് കിട്ടും. ഞാനൊരു 2 ബാച്ചായിട്ടാണ് ഇതിനെ പൊടിച്ചെടുക്കുന്നത്. അരി പൊടിച്ച് മാറ്റിയ ജാറാണ്. അതിലേക്ക് ഇനി ഈ തേങ്ങയും ശർക്കരയും കൂടെ ഞാനങ്ങിട്ട് ഒന്ന് കറക്കി എടുക്കുകയാണ്. അപ്പോൾ ഇത് നന്നായിട്ടങ്ങ് ലൂസായി വരും. അപ്പോൾ അരിപ്പൊടി കൊണ്ടിട്ടൊന്ന് കറക്കിയെടുത്താൽ എളുപ്പത്തിൽ നമുക്ക് ഉരുട്ടിയെടുക്കാം. ഈ ഒരു രീതിയിലാണ് ഞാൻ തേങ്ങയും ശർക്കരയും കൂടെ ഒന്ന് അടിച്ചെടുത്തത്. ഇതിലോട്ട് ഇനി ഈ അരിപ്പൊടിയും കൂടെ കുറച്ചിട്ട് കൊടുക്കുവേ. അപ്പോൾ പൊടിയെല്ലാം കൂടെ ഞാൻ മിക്സ് ചെയ്ത് ഈ ഒരു രൂപത്തിലാണ് മിക്സിയിൽ നിന്ന് അടിച്ചെടുത്തിട്ടുള്ളത്. ഇനി നല്ല എളുപ്പമാണ്, നമുക്കിങ്ങനെ ഉരുട്ടിയെടുക്കാം. അപ്പോൾ പെട്ടെന്ന് ഉരുണ്ട് വരും കേട്ടോ. ഇതിലോട്ട് ഇങ്ങനെ ഉരുട്ടി മാറ്റുവാണേ. ഇത് നമ്മുടെ അരിയുണ്ട ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഞാൻ എല്ലാം ഉരുട്ടി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. സൂപ്പറായിട്ടുണ്ട്, നല്ല എളുപ്പമാണ്. നമുക്ക് ആ ഒരു അരി വറുത്തെടുക്കുന്ന ടൈമിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. ഒരു 5 മിനിറ്റിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഇതിനകത്ത് കുറച്ച് നട്ട്സൊക്കെ ആഡ് ചെയ്താൽ കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യണേ. ഇതുപോലുള്ള നാടൻ റെസിപ്പികൾ, എൻ്റെ നാട്ടിൻ്റെ കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. ബായ്, താങ്ക് യു.